NSSനെ പേടിപ്പിച്ച് വരുതിയിലാക്കാൻ BJPയുടെ വഴിവിട്ട നീക്കം. ഉപരാഷ്ട്രപതിയുടെ പ്രതികരണവും അതിന്റെ ചുവടുപിടിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവനയും ഇതിന്റെ സൂചനകളാണ്. ആരുടെയും ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാതെ സമദൂര നിലപാടുമായി മുന്നോട്ടു പോകാനാണ് NSS തീരുമാനം. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മന്നസമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി തേടിയത്. പ്രോട്ടോകോൾ പാലിച്ച് സന്ദർശനം നടത്താമെന്നായിരുന്നു NSS നിലപാട്. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ സേനയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല NSS തീരുമാനം. ഇതിനെതിരെയായിരുന്നു സുകുമാരൻ നായരെ ഉന്നമിട്ടുള്ള ഉപരാഷ്ട്രപതിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSSനെ വിമർശിച്ച് രംഗത്തു വന്നു. വരുന്ന അവിടുത്തെ നടപടിക്രമങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. നമുക്കതിനകത്ത് ദുഃഖമുണ്ടോ? നമ്മളതിന് ഓൾട്ടർനേറ്റീവ് കണ്ടെത്തണം. ഇതൊരു ഓൾട്ടർനേറ്റീവാണ്. അതിനെ അവർ എതിർക്കുന്നില്ലല്ലോ. പെരുമയെന്ന് പറയുന്നത് മന്നത്ത് അപ്പൂപ്പൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നതിന് കാലം പ്രവർത്തിക്കും. ഓർഗാനിക് ആയിട്ടുള്ള കോസ്മിക് ലോ ഉണ്ട്. ആ കോസ്മിക് ലോ പ്രകാരം അതിൻ്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോൾ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും. ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ? ഇരുവരുടെയും പ്രസ്താവനയെ പൂർണ്ണമായും തള്ളുകയാണ് സുകുമാരൻ നായർ. ഇരുവരും മറുപടി അർഹിക്കുന്നത് പോലുമില്ല. പ്രതികരണം നടത്തിയവർക്ക് ഗൂഢരാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ പരസ്യ പ്രതികരണം നടത്തി അവരുടെ ചൂണ്ടയിൽ കൊത്താനില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. NSSന്റെ ബജറ്റ് യോഗത്തിലേക്കാണ് സുരേഷ് ഗോപി കയറാൻ ശ്രമിച്ചത്. അത് NSSന്റെ ആഭ്യന്തര കാര്യമാണ്. അതിനാലാണ് സുരേഷ് ഗോപിയെ തടഞ്ഞതെന്നും NSS വിശദീകരിച്ചു. എനിക്ക് പിന്നിൽ കാണുന്നതാണ് മന്നം സമാധി. ഇവിടെ ചെരിപ്പിട്ട് ആർക്കും പ്രവേശനമില്ല. സുരക്ഷയുടെ പേരിൽ നായ്ക്കളുടെ പരിശോധനയും അനുവദിക്കാറില്ല. ഇതിൻ്റെ പേരിലാണ് BJPയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.